ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ആ വചനം കിട്ടിയപ്പോൾ കണ്ണീരോടെ എൻ്റെ കണ്ണുനീര് ആ ബൈബിളിൽ വീണിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഒരു സമാധാനം, മനസ്സിനൊരു കൺഫ്യൂഷൻസും ടെൻഷനൊക്കെ ആ ഒരു സമയത്ത് ഒഴിഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി. ആ സമയത്തൊക്കെ അമ്മ ഈശോയിൽ അർപ്പിച്ച ഒരു വിശ്വാസം, അമ്മയുടെ ഒരു ഈശോ എല്ലാം നോക്കിക്കോളും എന്നുള്ള ഒരു ട്രസ്റ്റ് ഞങ്ങളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും നിൻ്റെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല എന്നുള്ളത് കർത്താവ് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് എന്നോട് പറഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സമയമായിരുന്നു. എനിക്ക് കർത്താവിനോട് ചേർന്ന് നിന്നതിൻ്റെ പേരിൽ എൻ്റെ ലൈഫിൽ ഒരു മേഖലയിലും ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ പേര് ലിജോ എന്നാണ്. ഇത് വൈഫ് ജാസ്മിൻ, ഞങ്ങളുടെ കുഞ്ഞ് ജോഷുവ. ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ IT മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. വീട് വയനാട്ടിലാണ്, ജാസ്മിൻ പുനലൂരാണ്. ഞങ്ങളിപ്പം ഓൾ കേരള പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് 4 വർഷത്തിന് ശേഷമാണ് ജോഷു എന്ന് പറഞ്ഞ കുഞ്ഞിനെ നൽകിയത്. ഞങ്ങൾ ജോഷുവ പോൾ എന്നാണ് അവൻ്റെ പേരിട്ടേക്കുന്നത്, ജോഷുവ പോൾ. പൗലോസ്ലീഹായെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ജോഷുവ പോൾ എന്നുള്ള പേര് അവന് ഇട്ടത്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട സംഭവങ്ങളൊക്കെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ദൈവം ശക്തമായിട്ട് എൻ്റെ ലൈഫിൽ ഇടപെട്ട ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ മൂവ്മെൻറ്റിലൊക്കെ വരുന്നതിന് മുന്നേ സാധാരണഗതിയിലൊരു ലൈഫായിരുന്നു. ഞായറാഴ്ചയൊക്കെ ഒന്ന് പള്ളിയിൽ പോവും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊക്കെ ഒരു വിശ്വാസമുണ്ട്. ഭയങ്കര സ്ട്രോങ് ഫെയ്ത്തോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ അതിശക്തമായിട്ടുള്ളൊരു വിശ്വാസമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെയാണ് ഞാൻ മൂവ്മെൻറ്റിലോട്ടൊക്കെ വരുന്നത്. ജിസ്യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അന്നേരം മ്യൂസിക് മിനിസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട് ചേരാനൊക്കെ പറ്റി. അപ്പം ജിസ്യൂത്തിൻ്റെ കൂടെ കുറച്ച് നാൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു വലിയൊരു ധ്യാനം തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അന്നേരം മ്യൂസിക് മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് എനിക്കൊരു അവസരം നൽകി. അങ്ങനെ ഇരിക്കുമ്പം ആ ധ്യാനത്തിൻ്റെ സമയത്ത് ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പാട്ട് പാടാൻ വേണ്ടിയിട്ടുള്ള അവസരം കർത്താവ് നൽകുകയാണ്. അപ്പം ഞാൻ അന്നും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുർബാനയിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഭയങ്കര ശക്തമായിട്ട് ആഴമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്കൊന്നും ഞാൻ വന്നിട്ടുണ്ടായില്ല. അപ്പം ഞാൻ പാട്ടൊക്കെ പാടാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം കുർബാനയുടെ എൻട്രൻസ് സോങ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ഇൻട്രോ മ്യൂസിക് ആയിരുന്നു അത്. അപ്പം പാട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നോക്കിയപ്പം എനിക്ക് ശബ്ദമില്ല. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഞാൻ പാട്ടൊക്കെ പാടി അടിപൊളിയാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശബ്ദം പോവുകയാണ്. ഇപ്പം എനിക്ക് പാടാനും പറ്റുന്നില്ല, എനിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഒരു നിമിഷം ഞാൻ എൻ്റെ ശരീരമൊക്കെ വിയർക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ തുടങ്ങണം. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് പള്ളിയുടെ ഉള്ളിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ കണ്ണുയർത്തി നോക്കിയപ്പം സക്രാരിയൊക്കെയാണ് എനിക്ക് ആദ്യം കണ്ടത്. ഈശോയുടെ സക്രാരിയാണ് എൻ്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത്. അപ്പം ഞാൻ സക്രാരിയിൽ നോക്കിയിട്ട് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശബ്ദം താ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുർബാന കംപ്ലീറ്റ് ചെയ്യാമല്ലോ, കുർബാനയിൽ പങ്കെടുക്കാമല്ലോ. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതല്ലേ നീ, എനിക്ക് എൻ്റെ ലൈഫിലൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു ചൂട് എൻ്റെ ദേഹത്ത് അനുഭവപ്പെടുകയാണ്. പെട്ടെന്ന് ഒരു ചൂട് എൻ്റെ ലൈഫിൽ എൻ്റെ ദേഹത്ത് അനുഭവപ്പെടുകയും എനിക്ക് ആ സൗണ്ട് റീഗെയിൻ ചെയ്യാനും പറ്റി. പെട്ടെന്ന് ഒരു ഷോക്കടിക്കുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെടുകയും പിന്നീട് ഞാൻ പാട്ട് പാടി സംസാരിച്ചപ്പോൾ എനിക്ക് സൗണ്ട് തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ ലൈഫിൽ കർത്താവിൻ്റെ ഒരു സ്ഥാനം, കർത്താവ് എൻ്റെ ലൈഫിൽ ശക്തമായിട്ട് ഇടപെടുന്ന എത്രമാത്രം ആഴത്തിലാണെന്ന് മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നത്. നമ്മൾ എത്രയൊക്കെ വലുതാണെന്ന് ചിന്തിച്ചാലും കർത്താവ് പറയുന്നുണ്ടല്ലോ, ഈശോയുടെ വചനം നമ്മൾ ഓർമ്മിക്കുന്നത്, നീ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന്, പുൽക്കൊടിക്ക് തുല്യനാണെന്നൊക്കെയാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ എത്രമാത്രം എളിമപ്പെടണം എന്നുള്ളതും
ദൈവത്തിൻ്റെ ഒരു മഹത്വം എത്രമാത്രം വലുതാണെന്നുള്ളതും ദൈവത്തിന് ഏത് എക്സ്റ്റെൻറ്റ് വരെയും നമ്മുടെ ലൈഫിൽ ഇടപെടാൻ പറ്റുമെന്നുള്ളൊരു ദൈവം എനിക്ക് വലിയൊരു ബോധ്യം നൽകിയ ഒരു സമയമായിരുന്നത്. എൻ്റെ ലൈഫിൽ ഈ കഴിവുകൾക്കൊക്കെ ഉപരി നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ കഴിവുകൾക്കും സ്ഥാനമാനങ്ങൾക്കും മഹത്വത്തിനൊക്കെ ഉപരിയായിട്ട് ദൈവം അതിൻ്റെ മുകളിലുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കാതെ നിൻ്റെ ലൈഫിൽ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കർത്താവ് തോന്നിപ്പിച്ചൊരു തുടക്ക സമയമായിരുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ പിന്നീട് അങ്ങോട്ട് ആ ഒരു ഇൻസിഡൻറ്റ് വിശുദ്ധ കുർബാനയിൽ സക്രാരിയിൽ ഈശോ ഉണ്ടെന്നുള്ളൊരു വലിയൊരു കൺവിക്ഷനും ആ അപ്പത്തിൽ ഈശോയാണ് സത്യമായിട്ടും ഉണ്ട് എന്നുള്ളൊരു കൺവിക്ഷനും കുർബാനയെ എത്രമാത്രം സ്നേഹിക്കണം എന്നുള്ളൊരു കൺവിക്ഷനും ഒക്കെ നൽകിയൊരു ഇൻസിഡൻറ്റും സമയമായിരുന്നു അത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ലൈഫിൽ പറ്റുന്ന ദിവസങ്ങളൊക്കെ എല്ലാ ദിവസവും മുടങ്ങി പോകാതെ കുർബാനയ്ക്ക് പോകാനൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രമിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഈശോയായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ വളരാനായിട്ട് എന്നെ സഹായിച്ച വ്യക്തി എൻ്റെ അമ്മയാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അമ്മയും ഞങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അമ്മ ഈശോയിൽ അർപ്പിച്ച ഒരു വിശ്വാസം, അമ്മയുടെ ഒരു ഈശോ എല്ലാം നോക്കിക്കോളും എന്നുള്ള ഒരു ട്രസ്റ്റ് ഞങ്ങളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിക്കാനും കൊന്ത ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈശോ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്ട്രഗിൾ വന്നാലും വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും ഈശോ ആണ് നമ്മളെ നോക്കുന്നതെന്നുള്ളൊരു ട്രസ്റ്റ് അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും ഒക്കെ അത് കണ്ടിട്ടാണ് വളർന്നത്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിലും പല സ്ട്രഗിൾസിൽ കൂടെ പോകുന്ന സമയങ്ങളിലും അമ്മ അന്ന് ഈശോയിൽ അർപ്പിച്ച ഒരു വിശ്വാസം, ആ ഒരു ദൈവാശ്രയ ബോധം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഓഫീസിലെ സമയങ്ങളിൽ അല്ലെങ്കിൽ ജോലി പഠനത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ സമയങ്ങളിലും പേഴ്സണലായിട്ടുള്ള ഞങ്ങളുടെ ലൈഫിലെ സ്ട്രഗിൾസിൻ്റെ ഒക്കെ സമയത്തും ഈശോയിൽ ആശ്രയിച്ചാൽ ഈശോ നോക്കിക്കോളും, ഈശോ ഭംഗിയായിട്ട് ക്രമീകരിച്ചോളും എന്നുള്ളൊരു വിശ്വാസം, അമ്മയുടെ ഒരു വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ആഴത്തിൽ അനുഭവിച്ച സമയങ്ങളെന്ന് പറയുന്നത് ഒരു 2012 തുടക്കത്തിലൊക്കെയാണ്. 11 കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പം ആ സമയത്താണ് ഞാൻ മൂവ്മെൻറ്റിലോട്ടൊക്കെ വളരെ കാര്യമായിട്ട് ഇറങ്ങുകയും ജിസ്യൂത്ത് മൂവ്മെൻറ്റ് പാർട്ടാവുകയൊക്കെ ചെയ്ത സമയമാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ പോളിടെക്നിക് പഠനമൊക്കെ പൂർത്തിയാക്കി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ നാട് വയനാടാണ്. അപ്പം വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ സാധാരണ ഒരു കുടുംബമാണ്. കർഷക വൃത്തിയിലെ കൃഷിയൊക്കെ ചെയ്യുന്ന അപ്പനാണ്. വീട്ടിലമ്മ ഹൗസ് വൈഫൊക്കെയാണ്. അപ്പം വളരെ സാധാരണഗതിയിൽ ജീവിക്കുന്ന, സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ചയിലൊന്നും അല്ലാത്തൊരു കുടുംബമായിരുന്നു. കുറേ കഷ്ടപ്പാടിലെ സ്ട്രഗിളിലൂടെ. അപ്പം ആ സമയത്താണ് ഞാൻ പോളിടെക്നിക്ക് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ജോലി കിട്ടുന്ന ഒരു സമയമായിരുന്നു അത്. HCL എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ എനിക്ക് ഒരു എൻജിനീയറായിട്ട് ജോലി കിട്ടി. അപ്പം ആ സമയത്താണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലോട്ട് എനിക്കൊരു വിളിയും ക്ഷണമൊക്കെ കിട്ടുന്നത്. അപ്പം എന്നെ ഇൻവൈറ്റ് ചെയ്ത ഒരു അച്ഛൻ എന്നെ മൂവ്മെൻറ്റിലോട്ട് തുടക്കത്തിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ആ സമയത്താണ് ഞാൻ ജീസസ് യൂത്തിൻ്റെ ഒരു ഫുൾ ടൈമർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കേൾക്കാനിടയായത്. അപ്പം ഈ ഫുൾ ടൈമർഷിപ്പിന് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ ഒരു മിഷന് വേണ്ടി പോകണം. ആ മിഷൻ ഏരിയയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യണം. അത് കേട്ട ഉടനെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി അതിന് പോകണമെന്ന്. പക്ഷേ എനിക്ക് ജോലി ഒരു വർഷം കഴിഞ്ഞിട്ട് മാറ്റുക എന്നുള്ള ആ ജോലി നഷ്ടപ്പെടും. അപ്പം അതൊരു എൻ്റെ മുമ്പിൽ ഭയങ്കര ഒരു ചലഞ്ചായിരുന്നു. ഈ കാര്യം എനിക്ക് വീട്ടിൽ അവതരിപ്പിക്കുകയും ബന്ധുക്കാരെയൊക്കെ ഒന്ന് കൺവിൻസൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രഗിൾ സമയമായിരുന്നു അതെന്ന് പറയുന്നത്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈശോ എൻ്റെ അപ്പനും അമ്മയും എന്നെ
അനുവദിച്ചാൽ മാത്രമേ ഞാൻ ഇതിന് പോകുന്നുള്ളൂ. അതിന് തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ശക്തമായിട്ട് ഇടപെടണം എന്ന് പറഞ്ഞു. എനിക്ക് മിഷന് പോകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും അതിനൊന്ന് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവരൊരു ഓക്കെ പറയണം എന്നുള്ളൊരു ഒരു 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 ഡിസിഷൻ എനിക്ക് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ 1-2 വട്ടമൊക്കെ വീട്ടിൽ അവതരിപ്പിച്ച് നോക്കി. അന്നേരമൊക്കെ നോയായിരുന്നു. പിന്നെ ബന്ധുക്കാരൊക്കെ എന്നെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തി. കാരണം ഞാൻ വീട്ടിലെ സാമ്പത്തികമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അന്നേരമാണ് കിട്ടിയ ജോലി ഉപേക്ഷിച്ചിട്ട് വേണം ഇത് പോവാൻ. അപ്പം പല സ്ട്രഗിൾസും ഉണ്ട്. അപ്പം അത് അത്ര ഈസി ആയിരുന്നില്ല എൻ്റെ വീട്ടിൽ അവർക്കത് ഉൾക്കൊള്ളാനും ബന്ധുക്കാരുടെ ഇടയിൽ ഉൾക്കൊള്ളാനൊക്കെ. ഞാൻ വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഈശോ എനിക്ക് ഒരു സൊല്യൂഷൻ അങ്ങ് തരണം തമ്പുരാനെ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെടണം, എൻ്റെ അപ്പനെയും അമ്മേനെയും ഒന്ന് കൺവിൻസ് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ കർത്താവിൻ്റെ അടുത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഓരോ ദിവസം കഴിയുന്തോറും ഇതിന് പോകണം, മിഷന് പോകണം എന്നുള്ളൊരാഗ്രഹം തമ്പുരാൻ എൻ്റെ ഉള്ളിൽ വീണ്ടും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം ജോലി പോയാലും കുഴപ്പമില്ല, തമ്പുരാൻ വീണ്ടും ഒരു ജോലി എനിക്ക് നൽകും എന്നൊക്കെ ഉള്ളൊരു കൺവിക്ഷനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ബന്ധക്കാരൊക്കെ എന്നോട് പറയുമായിരുന്നു, റിലേറ്റീവ്സും അടുത്തുള്ളവരൊക്കെ പറയുമായിരുന്നു, നിനക്ക് കിട്ടിയ ജോലി ഉപേക്ഷിച്ചിട്ട് പോകുന്നത് മണ്ടത്തരാണ്. കാരണം ഇന്നത്തെ സമയത്ത് വീട്ടിലൊരു ജോലി വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫിനാൻഷ്യലിയൊക്കെ ഒത്തിരി ക്രൈസിസിലൂടെ പോകുന്ന സമയമൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ മൂവ്മെൻറ്റിലേക്കൊക്കെ വന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നേരം ഫുൾ ടൈം മിഷനെ കുറിച്ച് കേട്ടതുകൊണ്ട് ഒത്തിരി ആഗ്രഹം തോന്നി അതിന് പോകണം എന്നുള്ളത്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ബൈബിള് തുറന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോ എനിക്ക് എങ്ങനെയും ഒന്ന് വീട്ടിൽ ഇതിനൊരു പെർമിഷൻ കിട്ടുകയും ഇതിന് പോകാനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളത്. ഞാൻ ബൈബിള് തുറന്ന് വൈകുന്നേരം ഇങ്ങനെ രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വചനം ജോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 11-ാം വാക്യമാണ്. വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് അവരത് കേൾക്കുകയും അവൻ്റെ വാക്കുകൾ ശ്രവിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്താൽ അവരുടെ ദിനങ്ങൾ ആനന്ദത്തിലും സംവത്സരങ്ങൾ ഐശ്വര്യത്തിലും പൂർത്തിയാകും എന്നുള്ള രീതിയിൽ ഒരു വചനമായിരുന്നു കിട്ടിയത്. അതായത് തമ്പുരാൻ എനിക്ക് നൽകിയൊരു അഷ്വറൻസ് ആയിരുന്നു അത്. ഞാൻ അങ്ങയെ കേൾക്കുകയും അങ്ങയുടെ വചനം ഉൾക്കൊള്ളുകയും അതനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഒരു നഷ്ടം ഉണ്ടാവില്ല എന്നുള്ള തമ്പുരാൻ എൻ്റെ ലൈഫിൽ വളരെ അടിയറയിട്ട് ഊന്നി പറഞ്ഞൊരു സമയമായിരുന്നു. എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനവും ആശ്വാസവും കർത്താവ് നൽകിയൊരു വലിയൊരു അഷ്വറൻസും ആയിരുന്നു ആ വചനം കേട്ടപ്പോൾ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞാൻ ആ വചനം കിട്ടിയപ്പോൾ കണ്ണീരോടെ എൻ്റെ കണ്ണുനീര് ബൈബിളിൽ വീണിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഒരു സമാധാനം, മനസ്സിനൊരു കൺഫ്യൂഷൻസും ടെൻഷനൊക്കെ ആ ഒരു സമയത്ത് ഒഴിഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് ദിവസം കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഓർത്തു, ഒരിക്കൽ കൂടി ഒന്ന് വീട്ടിലൊന്ന് അവതരിപ്പിച്ച് നോക്കാം, ഒരു സമയം കൂടി നമുക്കൊന്ന് അപ്പനോടും അമ്മയോടൊന്ന് പറയാം, ഇതിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഒരു ദിവസം വീണ്ടും ഈ കാര്യം അവതരിപ്പിക്കുകയാണ്. കർത്താവ് നൽകിയ ഒരു അഷ്വറൻസിൻ്റെ പുറത്താണ്, ഇനി തമ്പുരാൻ നോക്കിക്കോളും, ഇനി ലൈഫ് മുന്നോട്ട് എനിക്കൊന്നിനും കുറവുണ്ടാവില്ല, തമ്പുരാൻ അത് നോക്കിക്കോളും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്ത് പ്രാർത്ഥിച്ചിട്ടാണ് അപ്പനോടും അമ്മയോടും പറയുന്നത്. അപ്പം അത് കേട്ടപ്പോൾ അപ്പനും അമ്മയും എന്താണെന്നറിയില്ല, അതുവരെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്നവർ എന്നാൽ സാരമില്ല, കുഴപ്പമില്ല, നിൻ്റെ ആഗ്രഹമല്ലേ, നീ പോയിച്ചു വാ എന്നുള്ള രീതിയിൽ ഒരു യെസ് പറയുകയാണ് ഉണ്ടായത്. അപ്പം എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമായി തോന്നി ആ സമയത്ത്, ഭയങ്കര ഒരു സമാധാനവും ഒക്കെ തോന്നി. ആ ഒരു വചനം തമ്പുരാന് നൽകിയപ്പോൾ പല സമയത്തും ഇങ്ങനെ ഒത്തിരിയേറെ സമയങ്ങളിൽ ഇങ്ങനത്തെ വചനങ്ങൾ എനിക്ക് ആശ്വാസമായിട്ടുണ്ട്. നമ്മളെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും നിൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടാവില്ല എന്നുള്ളത് കർത്താവ് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് എന്നോട് പറഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സമയമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇങ്ങനെ പുറത്തുള്ളവരൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കിട്ടിയ ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അപ്പം അങ്ങനെ ഒരു സമയത്ത് പുറമേ ഉള്ളവരെ നോക്കുമ്പം അവൻ ഉള്ള ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് പോകുന്നത്. ബൈബിൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നീ ബൈബിളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്ന കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ശരിയാവത്തില്ല, നിൻ്റെ ലൈഫ് നീ നോക്കണം, നിനക്ക് കരിയർ ഉണ്ട്, വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെ, അങ്ങനെ ഒത്തിരി പേര് ആൾക്കാർ അത് നിരുത്സാഹപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ വചനം ആണ് എൻ്റെ ഉള്ളിലോട്ട് വരുന്നത്. നീ എനിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ലൈഫിൽ ഞാനെല്ലാം ഭംഗിയാക്കും, നിനക്ക് ഒരു കുറവുണ്ടാവത്തില്ല എന്നുള്ള കർത്താവ് നൽകിയ ഒരു അഷ്വറൻസ് എനിക്ക് വളരെ ഒരു കരുത്തായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഫുൾ ടൈം ഷിപ്പിനൊക്കെ പോകുന്നത്. പിന്നീട് അങ്ങോട്ട് ഫുൾ ടൈം ഷിപ്പൊക്കെ കഴിഞ്ഞ് വന്ന സമയം തൊട്ട് പിന്നീട് അങ്ങോട്ട് ഈ വചനം എൻ്റെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് മാംസം ധരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പല മേഖലകളിൽ. അപ്പം ആത്മീയമായിട്ട് ഒത്തിരിയേറെ കർത്താവ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സ്പിരിച്വലി വളരാനൊക്കെ ആയിട്ട്. പക്ഷേ പുറമേ ഉള്ളവർ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ കിട്ടിയ ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് പോയത്. അപ്പം അവൻ എന്ത് നേടി എന്നുള്ളതായിരിക്കും പുറത്തുള്ള ലോകം നോക്കുന്നത്. ചിലപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് കർത്താവിനോട് ചേർന്ന് നിന്നതിൻ്റെ പേരിൽ എൻ്റെ ലൈഫിൽ ഒരു മേഖലയിലും ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഇപ്പോൾ പിന്നോട്ട് നോക്കുമ്പോൾ, ഇപ്പം ഫുൾ ടൈം ഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് 5-8 വർഷമായി. അപ്പം അതിനുശേഷം പിന്നോട്ട് നോക്കുമ്പോൾ
ദൈവം ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഓടിയതിൻ്റെ പേരിൽ എൻ്റെ ലൈഫിൽ ഒരു മേഖലയിൽ എൻ്റെ ഒരു മൂന്നാമത്തെ കമ്പനിയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഞാനൊരു 2 ഇയേഴ്സ് ഗ്യാപ്പൊക്കെ ഉള്ളതാണ്. അപ്പം സാധാരണഗതിയിൽ കമ്പനികളൊക്കെ നോർമലി നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പം ഈ 2 വർഷം നീ എന്ത് ചെയ്യുമായിരുന്നു, അപ്പോൾ അവർക്കത് ജെനുവിൻ അല്ല എന്നുണ്ടെങ്കിൽ അവർ നോർമലി റിജക്റ്റ് ചെയ്യും. കാരണം ഇയർ ഗ്യാപ്പാണ്, എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് ഒരു കമ്പനിയിൽ നിന്നും ഒരു ജോബ് ഓഫറും നിരസിക്കപ്പെട്ടിട്ടില്ല. അപ്പം കർത്താവ് വീണ്ടും വീണ്ടും എൻഷുർ ചെയ്യുകയാണ്, നീ എനിക്ക് വേണ്ടി വെച്ച സ്റ്റെപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, അതിന് നിൻ്റെ ലൈഫിൽ ഒരു കുറവും ഞാൻ വരുത്തത്തില്ല എന്നുള്ള പല സ്ട്രഗിൾസും ഉണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മളുടെ ലൈഫ് എല്ലാം വളരെ സ്മൂത്തായിട്ടും വളരെ ഈസിയാണെന്നുള്ളതല്ല. പല സ്ട്രഗിൾസും പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ കർത്താവ് വീണ്ടും വീണ്ടും ഈ വചനത്തിൻ്റെ ഒരു കൃപ, ഒരു ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഞങ്ങളുടെ ഫാമിലി ലൈഫിലേക്കൊക്കെ നിറയ്ക്കുന്നതായിട്ട് ഓരോ ദിവസവും അനുഭവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ലൈഫിൽ വിഷമിക്കുകയോ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമായിട്ട് തോന്നുകയോ ഒന്നും ഇതുവരെയായിട്ട് ഈ ഒരു നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് തമ്പുരാൻ നൽകിയൊരു അഷ്വറൻസിൻ്റെ പുറത്താണ് ഞാൻ ഇന്നും മുന്നോട്ട് ജീവിക്കുന്നത്, ഞങ്ങൾ ഇന്നും മുന്നോട്ട് ജീവിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ട ഒരു അനുഭവം ഞാൻ ഓർക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ഒരു മൊമെൻറ്റ് തൊട്ട് കുഞ്ഞുങ്ങളെ വേണമെന്ന് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ജാസ്മിനാണെങ്കിൽ എന്നെക്കാളും അധികം ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ ലാളിക്കുന്നതും അവരോട് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ കർത്താവ് കുഞ്ഞുങ്ങളെ നൽകുന്ന കാര്യത്തിന് ഞങ്ങൾ ഒരിക്കലും ഒരു ബ്ലോക്കറായിട്ട് നിന്നിട്ടില്ല. ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരിക്കൽ പോലും നോ പറഞ്ഞിട്ടില്ല. അപ്പം ഫ്രം ദ വെരി ബിഗിനിങ്, ആ കല്യാണം കഴിഞ്ഞ ആ ദിവസം തൊട്ട് അങ്ങോട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥന ചോദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 വർഷത്തിന് ശേഷമാണ് കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു 4 വർഷത്തെ സമയം എന്ന് പറയുന്നത് പല മിക്സഡ് ഫീലിങ്സിലൂടെ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രത്യാശയോടെ ഈശോ നൽകുമെന്നുള്ളൊരു ഹോപ്പോടുകൂടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം പുറത്തുനിന്നുള്ള പല സ്ട്രഗിൾസും ഉണ്ട്. പലരും ഞങ്ങളോട് ചോദിക്കുന്നു, ഇത്ര വർഷമായില്ലേ, കുഞ്ഞുങ്ങളായില്ലേ, നിങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല, ഇങ്ങനെ പല കാര്യങ്ങളും കൺഫ്യൂഷൻസൊക്കെ ഞങ്ങൾക്കും വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കർത്താവിൽ ആശ്രയിക്കണം എന്നുള്ള വലിയൊരു ബോധ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഈശോ ആഗ്രഹിക്കുന്ന കൃത്യസമയത്ത് തമ്പുരാൻ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകും. ജീവൻ ഈശോ നൽകുന്നതാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോലും ഈശോയാണ് കുഞ്ഞുങ്ങളെ നൽകുന്നതെന്നുള്ളൊരു കൺവിക്ഷൻ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സൊക്കെ പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒക്കെ ഞങ്ങളെ കൺഫ്യൂഷൻസിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് കുറേയൊക്കെ. അപ്പം ഞങ്ങൾ കണ്ട ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, അതായത് മരുന്ന് നിങ്ങൾ കഴിക്കണം, ഒപ്പം പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. അപ്പം മരുന്നൊക്കെ അതിൻ്റെ ഒരു സപ്പോർട്ടീവാണ്. ദൈവം ആഗ്രഹിക്കുന്ന കൃത്യസമയത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുമെന്നുള്ള ഒരു കാര്യം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കിവിടെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നൊരു സ്ഥലമുണ്ട്, ലിയാറ്റ് അനിമേഷൻ സെൻ്റർ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡൊമിനിക് അച്ഛനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു ദിവസം കുർബാനയ്ക്ക് ശേഷം അച്ഛനോട് സംസാരിച്ചപ്പം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒരു 2 മാസ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തമ്പുരാൻ കുഞ്ഞുങ്ങളെ നൽകുമെന്നുള്ളൊരു മെസ്സേജ് അച്ഛൻ ഞങ്ങൾക്ക് നൽകി. അപ്പം ഈശോ കൊടുത്ത് അച്ഛൻ ഞങ്ങളോട് പറയണം. അപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, നമ്മുടെ ലിയാറ്റിലൊരു മാതാവിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അപ്പം എല്ലാ ദിവസവും മാതാവിനോട് പോയി പ്രാർത്ഥിക്കണം, മാതാവിൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എല്ലാ ദിവസവും പോയി കുർബാനയ്ക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. കൃത്യം അതിനുശേഷം വീണ്ടും ഞങ്ങളൊരു റിട്രീറ്റ് ഇവിടെ നമ്മുടെ പള്ളിയിൽ നടന്ന സമയത്ത് അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് ജാസ്മിൻ കൗൺസിലിങ്ങിന് പോയപ്പം ജാസ്മിനോട് ഇതേ ഒരു സെയിം മെസ്സേജ്, ഒരു 2 മാസത്തിന് ശേഷം ഈശോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുമെന്നുള്ളൊരു മെസ്സേജ് ഞങ്ങൾക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അഷ്വറൻസ് ആയിരുന്നു അത്. കാര്യം തമ്പുരാൻ ഞങ്ങളുടെ സ്ട്രഗിൾസ് എല്ലാം കാണുന്നുണ്ടെന്നുള്ളതും ഈശോയുടെ കൃത്യമായിട്ടുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നൽകുമെന്നുള്ളൊരു കൺവിക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയൊരു സമയമായിരുന്നു. അത് കഴിഞ്ഞ് കൃത്യം 2 മാസത്തിന് ശേഷം ജാസ്മിൻ പ്രഗ്നൻ്റ് ആയി. പിന്നീട് അങ്ങോട്ട് ഈശോ ഞങ്ങളെ വളരെ പ്രത്യേകമായിട്ട് നയിച്ച സമയങ്ങളായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ വചനം ഇവൾ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് പിന്നീട് അങ്ങോട്ട് ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ ബൈബിളിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കാനുള്ള ഒരു കൃപയും ദൈവം ഞങ്ങൾക്ക് നൽകി. അപ്പം ആ സമയങ്ങളിലൊക്കെ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം, ദൈവകൃപ അനുഭവിച്ച സമയങ്ങളായിരുന്നു അത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, കർത്താവ് നൽകിയ ഒരു കൺവിക്ഷൻ ഇതാണ്: ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്, കർത്താവ് നൽകുന്നതാണ് ജീവൻ. അപ്പോൾ നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നോ, നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നോ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്ന കൃത്യസമയത്ത് ദൈവം ഞങ്ങൾക്ക് നൽകുമെന്നുള്ളൊരു കൺവിക്ഷൻ ഞാൻ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഈ പ്രഗ്നൻസിയുടെ സ്ട്രഗിൾസൊക്കെ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. അതായത് ഞങ്ങൾ മറ്റ് മാർഗ്ഗങ്ങളിലേക്കൊന്നും, മെഡിസിൻ എടുക്കണം തീർച്ചയായിട്ടും, മറ്റു മാർഗ്ഗങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോകത്തില്ല എന്നുള്ളൊരു ഡിസൈൻമെൻറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതായത് ദൈവം ആഗ്രഹിക്കാത്ത മറ്റൊരു കാര്യവും ഞങ്ങൾ ചെയ്യത്തില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കർത്താവ് ഞങ്ങൾക്ക് തരുന്ന സമയത്ത് ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു കൺവിക്ഷൻ, ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പം ഓൾ കേരള പ്രൊഫഷണൽ ടീമിൻ്റെ പാർട്ടാണ്. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, 1 വർഷം ഞാൻ മുന്നേ ഷെയർ ചെയ്ത പോലെ 1 വർഷം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ഇപ്പം പിന്നോട്ട് നോക്കുമ്പം ഞാനിപ്പോൾ ഓർത്തു പോവാണ്, എൻ്റെ ലൈഫിൽ തമ്പുരാൻ ഒരു നഷ്ടവും ഇതുവരെയും വരുത്തിയിട്ടില്ല. അപ്പോൾ അത് അന്ന് കർത്താവ് പറഞ്ഞ ആ ഒരു വചനത്തിൻ്റെ അഷ്വറൻസ് ഓരോ ദിവസവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആണെങ്കിലും പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും, അതുപോലെ ഞങ്ങൾ പേഴ്സണലി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഓരോ ദിവസവും യാത്ര തുടങ്ങുമ്പോഴൊക്കെ, പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുമ്പോഴും, വാഹനത്തിലായിരിക്കുമ്പോഴൊക്കെ, പ്രൈസ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ജോഷുകുട്ടനും അത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ സ്തുതിക്കുമ്പം ജോഷുകുട്ടനും കൈകൾ ഉയർത്തി ഈശോയെ സ്തുതിക്കുന്നതായിട്ട് ഞാൻ ഒത്തിരിയേറെ സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം തോന്നുന്ന സമയങ്ങളായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിശ്വാസം അവനിലേക്ക് കൂടി പകരം ഞങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ, ദൈവകൃപയാൽ പറ്റുന്നുണ്ടെന്നുള്ള ഒരു സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ആണെങ്കിലും നമ്മളൊരു മിഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇനി കർത്താവ് ഞങ്ങൾ ഒത്തിരിയേറെ ഉപയോഗിക്കും എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ഇപ്പോഴാണെങ്കിലും ഞങ്ങളുടെ പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണെങ്കിലും മീറ്റിങ്ങുകൾക്കും എല്ലാ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ വീടൊക്കെ ഓപ്പൺ ആയിട്ട് കൊടുക്കുന്ന, എപ്പോഴും വേണേലും വരാനും കൂടാനും ഈശോയെ ഷെയർ ചെയ്യാനൊക്കെ ഉള്ളൊരു സമയമൊക്കെ ആക്കി ഞങ്ങളുടെ ഭവനവും ഞങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം ജാസ്മിൻ്റെ കാര്യമാണെങ്കിലും അവളാണെങ്കിലും വചനം എഴുതുന്ന, അതായത് കാലിഗ്രഫി ചെയ്യുന്ന ഒരു ആർട്ട് വർക്ക് അവൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മിഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നമ്മളോട് കുറേ പേര് ഞങ്ങൾക്ക് ഇന്നൊരു വചനം എഴുതി തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആ വചനം എഴുതി കൊടുക്കും. ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥനയോട് കൂടിയൊക്കെ അത് എഴുതുകയും പാക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വചനം അവരുടെ വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ അവർ നമുക്കൊരു ഫോട്ടോയൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഈശോയുടെ വചനം ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യമുണ്ട്. അപ്പം ഞങ്ങളാണെങ്കിലും വചനം ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ, വെൻ യു ഗോ ത്രൂ ദ ഡീപ്പ് വാട്ടേഴ്സ് ഐ വിൽ ബി വിത്ത് യു എന്നൊക്കെ ഉള്ള അങ്ങനത്തെ വചനങ്ങൾ, ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ സ്നേഹം തോന്നുന്ന, ഈശോയുടെ സ്നേഹം തോന്നുന്ന വചനങ്ങളൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കാറുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ അത് ഒത്തിരിയേറെ സ്നേഹത്തോടെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈശോ ഞങ്ങളെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനത്തെ പല മിഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമാണുള്ളത്. ഇനിയും മുന്നോട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തമ്പുരാൻ ഞങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ ഫുൾ ടൈം മിഷൻഷിപ്പിൻ്റെ 1 ഇയർ സ്പെൻഡ് ചെയ്തപ്പം അതിനുവേണ്ടി ഡിസിഷൻ എടുത്ത സമയത്തൊക്കെ നമ്മളെ കളിയാക്കിയവരോടും ഒക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പം എൻ്റെ ലൈഫിൽ അതുകൊണ്ട് ഒരു നഷ്ടം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാനിപ്പം പിന്നോട്ട് നോക്കുമ്പം എനിക്ക് ഓർമ്മ വരികയാണ്. എല്ലാ മേഖലകളിലും ദൈവം ബ്ലെസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഈ ഒരു മിഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ദൈവം ഞങ്ങൾക്ക് ഏൽപ്പിച്ച ഒരു വലിയൊരു ദൗത്യമാണ് ഞങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ വചനം എഴുതുന്നതാണെങ്കിലും, പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ കൂടെ ഒപ്പം യാത്ര ചെയ്യുകയും കേരളത്തിലുടനീളമുള്ള പ്രൊഫഷണൽസിനെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടാനും അവരിലേക്ക് ഈ ഷോയെ കൊടുക്കാനും ഒത്തിരിയേറെ സ്ട്രഗിളിലൂടെ പോകുന്നവരാണ് അവരൊക്കെ. നമ്മുടെ ഈ ടെക്നോ പാർക്ക്, IT കമ്പനികളിലൂടെയൊക്കെ ഉള്ള നോക്കുമ്പോഴൊക്കെ പല മേഖലകളിലുള്ള പ്രൊഫഷണൽസിലേക്ക് ഈ ഷോയെ കൊടുക്കാനുള്ള ഒരു വലിയൊരു ദൗത്യം
ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വലിയൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഫാമിലിക്കായിട്ടുള്ള ഒരു മിഷനുണ്ട്, ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു മിഷനുണ്ട്. അപ്പം ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ഇനിയും മരണം വരെ തമ്പുരാൻ ഞങ്ങളെ ഉപയോഗിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഒരു മിഷന് വേണ്ടി നിങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കണം ഞങ്ങൾക്ക് വേണ്ടി. അപ്പം ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.